എല്ലാവർക്കും AS ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ NMMSന്റെ പ്രീവിയസ് ഇയറിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആദ്യമായി പറയാനുള്ളത്, തികച്ചും ഫുള്ളി എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത്. NMMS സ്കോളർഷിപ്പ്, അതുപോലെ മറ്റ് NMMS NTSC മറ്റ് സ്കോളർഷിപ്പിൻ്റെ എക്സാമുകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ്, അതുപോലെ ബാക്കി ഹൈസ്കൂളിലെ 8, 9, 10 എന്ന ക്ലാസ്സുകളിലുള്ള സയൻസ്, മാത്സ് സബ്ജക്റ്റുകൾക്കുള്ള ട്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. ഇനി ലൈവ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നേരെ 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 5th ക്വസ്റ്റ്യൻ നോക്കൂ. ടോട്ടൽ സ്റ്റുഡൻസ് 15 സ്റ്റുഡൻസ് ഉള്ളത്. ഇംഗ്ലീഷ് പഠിച്ചത് 7 സ്റ്റുഡൻസ്, ഹിന്ദി 8 സ്റ്റുഡൻസ്, നോട്ട് സ്റ്റഡി ബോത്ത് 2 സബ്ജക്റ്റും പഠിക്കാത്തവരുടെ എണ്ണമാണ് 3. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റഡീഡ് ഐദർ ഓഫ് ഇറ്റ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എങ്കിലും പഠിച്ചവർ. സ്റ്റഡീഡ് എനി ഓഫ് സബ്ജക്റ്റ്, സ്റ്റഡീഡ് എനി ഓഫ് സബ്ജക്റ്റ്. സ്റ്റഡീഡ് എനി ഓഫ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും? ടോട്ടൽ മൈനസ് നോട്ട് സ്റ്റഡീഡ് ബോത്ത്. നോട്ട് സ്റ്റഡീഡ് ബോത്ത്, ഏത് സബ്ജക്റ്റും പഠിക്കാത്തവരുടെ എണ്ണം ടോട്ടലിന് കുറച്ചാൽ എന്ത് കിട്ടും? ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും പഠിച്ചവരുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇത് എത്ര? ടോട്ടൽ 15, നോട്ട് സ്റ്റഡീഡ് ബോത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പോൾ ടോട്ടൽ 12. അപ്പോൾ 12 സ്റ്റുഡൻസ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. വെൻ ഡയഗ്രാം എങ്ങനെ ചെയ്യൽ? വെൻ ഡയഗ്രാം ഇവിടെ നോക്കാം. ഇതാണെന്ത്? ഇംഗ്ലീഷ്. ഈ ഡയഗ്രത്തിൻ്റെ ഉള്ളിലുള്ള ഫുള്ളാണ് ഇംഗ്ലീഷ് പഠിച്ചവർ. ഇംഗ്ലീഷ് ടോട്ടൽ എത്ര ആൾ പഠിച്ചിട്ടുണ്ട്? 7 ഇംഗ്ലീഷ് ടോട്ടൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഹിന്ദി, ഇതാണ് ഹിന്ദി. ഹിന്ദി എത്ര ആൾക്കാർ പഠിച്ചിട്ടുണ്ട്? 8 പേര് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വരച്ചാൽ ഇതിൽ ഇംഗ്ലീഷ് ഹിന്ദിയും കൂടി പഠിച്ചവരുടെ എണ്ണം കിട്ടില്ല. അതുകൊണ്ട് നമ്മളെങ്ങനെ ചെയ്യും? ഈ വെൻ ഡയഗ്രാം വരക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്തിട്ട് വരക്കണം. അപ്പോൾ ഇങ്ങനെ വരക്കുക. ഇതാണ് ഹിന്ദി. അപ്പോൾ ഈ വരച്ച ഈ കോളാണെന്ത്? ഹിന്ദി മാത്രം പഠിച്ചത്. പിന്നെ ഇതെന്താ വരിക? ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചവരുടെ എണ്ണമാണ് ഇതിൽ വരിക. ഇതാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചിട്ടുള്ളത്. ഈ ടോട്ടൽ ഇംഗ്ലീഷ് എത്രയാണ്? 7. ടോട്ടൽ ഹിന്ദി എത്രയാണ്? 8 പേര്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 15 സ്റ്റുഡൻസ് ആണ്. ഇതിൽ ഈ കോളത്തിൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ പെടാത്തവരാണെന്ത്? ഏത് സബ്ജക്റ്റും പഠിക്കാത്തവർ. അത് എത്രയുള്ളത്? ടോട്ടൽ 3 പേര്. ആ 3 പേര് ഈ പുറത്താണുള്ളത്. ബാക്കി ഈ കോളത്തിലുള്ള ടോട്ടലാണ് എത്ര? 12 പേര്. ഇനി ഇതാണ് ഈ ഇൻ്റർസെക്ഷനിലുള്ളതാണ് കാണാൻ പറഞ്ഞത്. ഈ കാണുന്ന കോളാണെന്ത്? 2 സബ്ജക്റ്റും കൂടി പഠിച്ചവരുടെ എണ്ണം. അപ്പോൾ ഹിന്ദി എത്രയാണ്? ടോട്ടൽ 8 പേരാണ്. പിന്നെ സ്റ്റഡീഡ് എനി ഓഫ് സബ്ജക്റ്റ് ടോട്ടൽ 12 ആണ്. അപ്പോൾ ഇത് ടോട്ടൽ 8 വന്നാൽ ബാക്കി ഇത് എത്ര ഉണ്ടാവുള്ളൂ? 4 ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് ഫുള്ള് 8, ബാക്കി 4. അങ്ങനെ ചെയ്താൽ എത്രയായി? 12 ആയില്ലേ? ഓക്കെ, 4 ആയി. ഇനി ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വേണം? 4 പേരായി. ഇത്രയും ഭാഗം 4 പേരായി. ഇനി ഈ ഇത്രയും കൂടി ഇല്ലേ, അതുകൂടി കൂട്ടിയാലല്ലേ 7 പേഴ്സൺസ് ആവുക. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? 3 പേഴ്സൺസ്. ഓക്കെ, ഇംഗ്ലീഷ് മാത്രം 4 പേര്. ഇനി ഇംഗ്ലീഷും ഹിന്ദിയും കൂടി ഉള്ളത് എത്ര ഉണ്ടാവും? 4 പേര്, 3 പേരും കൂടി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ വേണമെന്ത്? ഇംഗ്ലീഷ് ടോട്ടലി 7 പേഴ്സൺസ് ആവുക. ഇനി ഹിന്ദി എത്ര ഉണ്ട്? 8 പേരുണ്ട്. അതിൽ ഹിന്ദി ഇംഗ്ലീഷും കൂടി ഓൾറെഡി 3 പേഴ്സൺസ് ആയി. ഇനി ബാക്കി എത്ര ഉണ്ടാവും? 8 ആവണമെന്നുണ്ടെങ്കിൽ 5 പേഴ്സൺസ് ആവും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ഓൺലി ഇംഗ്ലീഷ് ആണെങ്കിൽ ഓൺലി ഇംഗ്ലീഷ് എന്താ ആൻസർ? ഓൺലി ഇംഗ്ലീഷ് എന്നാണ് എന്താ? ഇംഗ്ലീഷ് മാത്രം. അപ്പോൾ ഈ കാണുന്ന ഈ കോളം മാത്രം, ഇതാണ് ഇംഗ്ലീഷ് മാത്രം. അത് എത്ര പേരാ? 4 പേര്. ഇനി ഓൺലി ഹിന്ദി ആണെങ്കിലോ? ഓൺലി ഹിന്ദി പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന കോളം, ഇതാണ് ഓൺലി ഹിന്ദി. ഈ ബോക്സ് അത് എത്ര പേരാ? 5 പേര്. ഇനി ഇംഗ്ലീഷും ഹിന്ദിയും കൂടിയാണ് എന്ത്? ഈ കാണുന്ന ഇൻ്റർസെക്ഷൻ. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അത് എത്ര പേരാണ്? ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി.
ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എത്ര പേരാണുള്ളത്? 3 പേര്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? നമ്മോട് ചോദിച്ചിട്ടുള്ള ആൻസർ ഏതാണ്? ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് കാണാൻ. എത്ര പേരാ? 3 പേര്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ നോൺ സീറോ നമ്പർ ആഡഡ് ടു ഇറ്റ് സെൽഫ് ഈക്വൽസ് ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ നമ്പർ വിത്ത് ഇറ്റ് സെൽഫ്. ദ നമ്പർ ഈസ്. ഒരു നോൺ സീറോ നമ്പർ തമ്മിൽ ആഡ് ചെയ്തു. ആ നമ്പർ തന്നെ സെയിം നമ്പർ തന്നെ അതിനായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതിനായിട്ട് കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കും? ആ നോൺ സീറോ നമ്പർ തന്നെ വേറെ ആ സെയിം നമ്പറിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഫസ്റ്റത്തെ ഓപ്ഷന്, ഈ ഓപ്ഷനിലേക്ക് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ 0 ആണ്. അപ്പോൾ 0 ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, നോൺ സീറോ നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഓപ്ഷന് 1 ആണ്. 6th ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഓപ്ഷന് 1 ആണ്. ഈ 1 എന്ന് പറഞ്ഞ നമ്പറിനായിട്ട് ഈ സെയിം നമ്പറിനെ ആഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണെന്ന് പറഞ്ഞത്, ഈ നമ്പർ തന്നെ വേറെ ഈ സെയിം നമ്പറിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നോക്ക്, 1 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 1 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 അല്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എത്രയാണ്? 2 ആണ്. 2 നോക്കിയാലോ, ഈ 2 എന്ന് പറഞ്ഞ നമ്പറിനായിട്ട് 2 തന്നെ ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും ആൻസർ? ഈ സെയിം ആസ് 2 × 2 ആണോ നോക്കുക. 2 + 2 പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞ നമ്പറിനായിട്ട് 2 തന്നെ ആ സെയിം നമ്പർ തന്നെ ആഡ് ചെയ്താൽ 4 കിട്ടും. ആ സെയിം നമ്പേഴ്സിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താലും 4 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഈക്വൽ ടു, ആൻസർ എത്രയാണ്? 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമ്പർ 3. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ഇനി ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 3s ആർ ദർ ഇൻ ദ ഫോളോയിങ് നമ്പർ സീരീസ് വിച്ച് ആർ പ്രിസീഡഡ് ബൈ എൻ ഓഡ് നമ്പർ ബട്ട് നോട്ട് ഫോളോഡ് ബൈ എൻ ഈവൻ നമ്പർ? എത്ര 3s ഉണ്ട്? എങ്ങനെ ചോദിച്ചിട്ടുള്ളത്? നോട്ട് ഫോളോഡ് ബൈ എൻ ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പറിന് ശേഷം 3 വരാൻ പാടില്ല. ബട്ട് വിച്ച് ആർ പ്രിസീഡഡ് ബൈ എൻ ഓഡ് നമ്പർ. പക്ഷേ ഒരു ഓഡ് നമ്പറിന് തൊട്ട് മുമ്പുള്ള 3s ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ആദ്യം ഒരു ഈവൻ നമ്പറിന് ശേഷമുള്ള 3s എല്ലാം കളയാം. ഇപ്പോൾ 3s ടോട്ടൽ എത്ര ഉള്ളത്? 1 2 3 4 5 6 7 8 9 10 3s ഉള്ളത്. പിന്നെ ബട്ട് നോട്ട് ഫോളോഡ് ബൈ എൻ ഈവൻ നമ്പർ. ഈവൻ നമ്പറിന് ശേഷമുള്ള 3s എല്ലാം കളയും. അപ്പോൾ ഈ 3 വേണ്ട, കാരണം എന്താ, ഇവിടെ ഈവൻ നമ്പർ ഉണ്ട്. അപ്പോൾ ഈ 3 വേണ്ട. പിന്നെ ഈ 3യും വേണ്ട. ഇവിടെ എന്താ, 2 ഈവൻ നമ്പറാണ്. അപ്പോൾ ഈ 3യും വേണ്ട. പിന്നെ ഈ 3യും വേണ്ട. ഇനി പ്രിസീഡഡ് ബൈ എൻ ഓഡ് നമ്പർ എന്നാണ്. ഓഡ് നമ്പറിൻ്റെ തൊട്ട് മുമ്പുള്ള 3s ഇത് എന്തായാലും വേണ്ട. ഇനി ഓഡ് നമ്പറിൻ്റെ തൊട്ട് മുമ്പുള്ള 3s എത്രയുണ്ട്? ഇവിടെ 1 എന്താ, ഓഡ് നമ്പറിന് മുമ്പല്ലേ? ഇവിടെ എന്താ, ഓഡ് നമ്പറിന് തൊട്ട് മുമ്പാണോ? അല്ല. അപ്പോൾ ഇത് വേണ്ട. എന്താ, 2 പിന്നെ 3 നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ആൻസർ എത്രയാണ്? 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 3 3s ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? പ്രിസീഡഡ് ബൈ എൻ ഓഡ് നമ്പർ ആൻഡ് ബട്ട് നോട്ട് ഫോളോഡ് ബൈ എൻ ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പറിൻ്റെ ശേഷമുള്ള 3സും പാടില്ല. പക്ഷേ ഓഡ് നമ്പറിൻ്റെ തൊട്ട് മുമ്പുള്ള 3സാണ് വേണ്ടത്. ഇതുണ്ടോ, ഈ 1ൻ്റെ ഇതൊരു ഓഡ് നമ്പറാണ്. എൻ്റെ തൊട്ട് മുമ്പ് 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, പിന്നെ ഇതില്ല, ഇവിടെ ഈ ഇതും ഇല്ല. അപ്പോൾ 1 2 3 3s ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 0.2 + 0.3 × 0.2 × 0.3 ആണ്. ഇതെങ്ങനെ ചെയ്യാം? ആദ്യം പോയിന്റ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. 2 + 3 എത്രയാണ്? 5 ആണ്. പിന്നെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ ഡെസിമൽ പ്ലേസ് ഉള്ളത് അത് തന്നെ കൊടുക്കുക. അപ്പോൾ ഒരു പോയിൻ്റ് ഉള്ളത്. അപ്പോൾ 0.2 + 0.3 പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. ഇൻറ്റു 2 × 3 എത്രയാണ്? 6 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ഡെസിമൽ പ്ലേസ് എത്രയുണ്ടോ അത് ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് ഡെസിമൽ പ്ലേസിൻ്റെ ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റ്. ഇവിടെ ഡെസിമലിൻ്റെ ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റ്. ഇപ്പോൾ ടോട്ടൽ എത്ര ഡിജിറ്റാണ്? ഡെസിമലിൻ്റെ ശേഷം 2 ഡിജിറ്റ് വേണം.
അപ്പോൾ 0.06 അല്ലേ, 0.06. ഡെസിമലിൻ്റെ ശേഷം ഇപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി 5 × 6 എത്രയാണ്? 30. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ പ്ലേസിൻ്റെ ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടോ അത് ടോട്ടൽ ആഡ് ചെയ്തിട്ട് ചെയ്യുക. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 ഡിജിറ്റ്. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്. അപ്പോൾ 3 ഡിജിറ്റ് വേണം ഡെസിമലിൻ്റെ ശേഷം. 0.030 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 0.03. ഇതാണ് ആൻസർ. അപ്പോൾ എത്രയാണ്? 0.03. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2. 9 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓഡ് വൺ ഔട്ടാണ്. ബ്രാസ്, കോപ്പർ, സിൽവർ, അയൺ. ഇതിലേതാ ഓഡ് വൺ? ബ്രാസ്, കോപ്പർ, സിൽവർ, അയൺ. ഇതിൽ ബ്രാസും കോപ്പറും, ബ്രാസ് ഏതാ? കോപ്പർ, സിൽവർ, അയൺ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ മെറ്റൽസ് ആണ്. അതിൽ ബ്രാസ് എന്ന് പറയുന്നത് അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ബ്രാസ് ആണ് ആൻസർ. അതെന്തുകൊണ്ടാണ്? ബ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു അലോയ് ആണ്. അപ്പോൾ അയൺ എന്ന് പറഞ്ഞാൽ Fe, കോപ്പർ Cu, പിന്നെ സിൽവർ എന്ന് പറഞ്ഞാൽ എത്ര? Ag. ഇതൊക്കെ എന്താ? ഓരോ എലമെൻറ്റ്സ് ആണ്. പക്ഷെ ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാസ് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്? കോപ്പർ പ്ലസ് സിങ്ക്. ഇതാണെന്ത്? ബ്രാസ്. അപ്പോൾ ഇതാണ് ഇതിലെ ഓഡ് വൺ ഔട്ട്. ഇനി 14th ക്വസ്റ്റ്യൻ നോക്കാം. ഈ സീരീസിൽ 1, 2, 3, 5, 7, 10, 18, 17 അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? 1ക്ക് എത്ര കൂട്ടി? 1 കൂട്ടി 2 ആയി. 2ലേക്ക് +1 3. 3 + 2 5 ആണ്. 5 + 2 7 ആയിരിക്കും. 7 + 3 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 + 3 എന്ന് പറഞ്ഞാൽ 13. 13 ഇനി 1, 2, 3 ഇനി അടുത്ത ഏതായിരിക്കും? 4. 13 + 4 എന്ന് പറഞ്ഞാൽ 17 ആണ്. ഇനി 17 + 4 എത്രയായിരിക്കും? 21. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാണ്? ആൻസർ 21.